സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, യോഹന്നാൻ്റെ സുവിശേഷം 6:63 മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഈശോ ലോകത്തിലേക്ക് വന്നത് നമുക്ക് ജീവൻ നൽകാൻ വേണ്ടിയാണ്. യോഹന്നാൻ 10:10 പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. യോഹന്നാൻ 1:3 പറയുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. പ്രിയമുള്ളവരെ, ഈശോയുടെ ദിവ്യബലി പങ്കെടുക്കുമ്പോഴും വചനം വായിക്കുമ്പോഴും ജപമാല ചെല്ലുമ്പോഴും എല്ലാം നമ്മളിൽ ജീവൻ നിറയുകയാണ്. ജീവനില്ലാത്ത അവസ്ഥ മരിച്ച അവസ്ഥയാണ്. ആ അവസ്ഥയെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്, മരിച്ചവർ മരിച്ചവരെ സംസ്കരിക്കട്ടെ. ലൂക്കാ 9:60 പറയുന്നുണ്ട്. അതായത് ജീവനില്ലാത്ത അവസ്ഥ, മരിച്ച അവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയില്ല, കുദാശകളില്ല, ഇങ്ങനെ ഒരു മരിച്ച അവസ്ഥയെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ജീവനുള്ളവരായി മാറാം. അതായത് ജീവൻ്റെ സമൃദ്ധിയുള്ളവരായി എന്നറിഞ്ഞുകൊണ്ട് അനേകർക്ക് ഈശോയെ പകർന്നു കൊടുക്കുവാനും അനേകർക്ക് സമാധാനം കൊടുക്കുന്നവരും സന്തോഷം കൊടുക്കുന്നവരായി നമുക്ക് മാറാം. അങ്ങനെ ഈ ലോകത്തിൽ ജീവനുള്ളവരായി മാറുവാനായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈശോ സമൃദ്ധമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.